Padharosa or welcome back to our travel vlog. So നമ്മൾ 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ജയ്പൂർ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആൻഡ് ബൈ 8 നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ആൻഡ് വി സ്റ്റാർട്ടഡ് on our way to Jodhpur. ഒരു around 330 to 350 കിലോമീറ്റർ ആണ് ഫ്രം ജയ്പൂർ ടു ജോധ്പൂർ. ഒരു ഇൻ ബിറ്റ്വീൻ 5 to 7 hours ആണ് സമയം എടുക്കുക ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്രാഫിക് ആസ് വെൽ. നമ്മൾ അജ്മേർ റായ്പൂർ ഒക്കെ വഴിയാണ് ജോധ്പൂരേക്ക് പോണത്. ഉച്ചയ്ക്ക് ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ജോധ്പൂർ എത്തി. ട്രീ ഹൗസ് ബൈ അമാര എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു നമ്മുടെ സ്റ്റേ. സോ ലുക്കും ഇത് നമ്മുടെ അവിടെയുള്ള കോർട്ട്യാർഡ് ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ദ ബിൽഡിംഗ് വാസ് എ ബെറ്റ് ഓൾഡ് ഐ ഫെൽ. സോ അതുകൊണ്ട് അതിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓണസ്റ്റ്ലി ഞങ്ങൾക്ക് ഹോട്ടലിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. കാരണം ജോധ്പൂരിൽ വി ആർ ഹിയർ ഓൺലി ഫോർ എ ഡേ. അതുകൊണ്ട് തന്നെ വേഗം സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു നമ്മൾ. ആൻഡ് രാത്രി ജസ്റ്റ് ഉറങ്ങാൻ മാത്രമേ നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു വരാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. സോ വി മാനേജ്ഡ് വിത്ത് ദാറ്റ്. ജോധ്പൂരിൽ കിങ്ഡം ഓഫ് മാർവാർ ആയിരുന്നു ആൻഡ് ദേ വർ റൂൾഡ് ബൈ ദ റാത്തോർ ഡൈനാസ്റ്റി. റാത്തോർ എന്ന് പറഞ്ഞ ഒരു രാജ്പുട്ട് ക്ലാൻ ആയിരുന്നു ജോധ്പൂരിലുള്ളത്. വെറാസ് ഇൻ ജയ്പൂർ നമ്മൾ കാണുന്നത് കച്ച്വഹ എന്ന് പറഞ്ഞിട്ടൊരു രാജ്പുട്ട് ക്ലാനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജയ്പൂരിലെ കച്ച്വഹ രാജ്പുട്സ് ആർ കമ്മിങ് ഫ്രം ദ സൂര്യവംശി ലിനേജ് വിച്ച് മീൻസ് നമ്മുടെ ലോർഡ് റാമിൻ്റെ മക്കളായ ലവ് കുഷിൻ്റെ ഡിസെൻഡൻസ് ആണ് ഈ കച്ച്വഹ രാജ്പുട്സ് ദാറ്റ് വി സോ ഇൻ ജയ്പൂർ. അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഓഫ് ദി ഡേയിലേക്ക് എത്തി, വിച്ച് ഇസ് ജസ്വന്ത് തട. ഇത് ആക്ച്വലി ഒരു മെമ്മോറിയലാണ് ബിൽഡ് ഇൻ 1899 ഇൻ ദ മെമ്മറി ഓഫ് ദ മഹാരാജ ജസ്വന്ത് സിംഗ് സെക്കൻഡ് ഓഫ് ജോധ്പൂർ. ജസ്വന്ത് സിംഗ് സെക്കൻഡിൻ്റെ മകനായ മഹാരാജ സർദാർ സിംഗ് ആണ് ഈ മെമ്മോറിയൽ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എത്തി ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കേട്ടതിന് ശേഷമാണ് ഞങ്ങൾക്കും മനസ്സിലാവുന്നത് ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി ലൈക്ക് എ ക്രിമേഷൻ ഗ്രൗണ്ട് ഓഫ് ദ മാർവാർ റോയൽ ഫാമിലി വിച്ച് വാസ് ക്വൈറ്റ് സർപ്രൈസിങ് ടു അസ്. കാരണം ഞങ്ങൾ ഏതൊരു പാലസ് പോലെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. സോ ദിസ് റിമൈൻഡ്സ് us ഓഫ് സംതിങ് അല്ലേ. ഇങ്ങനൊരു സിമിലർ മെമ്മോറിയൽ is there in Agra as well. Yes, the Taj Mahal. The interesting thing is this is also known as the Taj Mahal of Marwar. ഇവിടെയും വൈറ്റ് മാർബിൾ വെച്ചിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഓൾസോ ഗ്ലോസ് വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ്. ആൻഡ് സിമിലർ ടു താജ് മഹൽ ദിസ് ഇസ് ഓൾസോ എ മെമ്മോറിയൽ ക്രിയേറ്റഡ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട് ടു ഓണർ എ ബിലവഡ് റൂളർ. ഇതിൻ്റെ ഉള്ളിൽ ദേ ഹാവ് മെയിൻറ്റെയിൻഡ് ഇറ്റ് ആസ് എ പോർട്രേറ്റ് ഗാലറി. അവിടുത്തെ റൂളേഴ്സ് ആൻഡ് എല്ലാവരുടെയും പിക്ചേഴ്സ് നമുക്കവിടെ കാണാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് എ ടൈംലെസ് ബ്യൂട്ടി. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കാണാം ദർ ആർ ലോട്ട് ഓഫ് ജാലീസ്, ഡോംസ്, പില്ലേഴ്സ്. അതൊക്കെ ഇതിനൊരു മജസ്റ്റിക് ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും കാണാൻ തന്നെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ലൈക്ക് മൾട്ടി ലെവൽ ഗാർഡൻസ്, ലൈക്ക് ഹ്യൂജ് സ്റ്റെപ്സ് ആൻഡ് ദർ ഇസ് എ ലേക്ക് ആസ് വെൽ. സോ ഓവറോൾ ഉള്ള ആ ഒരു വ്യൂ കിട്ടുന്നത് തന്നെ ഇറ്റ്സ് റിയലി നൈസ്. ദൂരെ നമുക്ക് മെഹ്റംഗർ ഫോർട്ടും കാണാൻ പറ്റും വിച്ച് ഇസ് ദ ഫേമസ് ഫോർട്ട് ഇൻ ജോധ്പൂർ. വി ആർ ഗോയിങ് ദർ നെക്സ്റ്റ്. സോ അങ്ങനെ ഒരു സിറ്റി ബ്യൂട്ടിഫുൾ പെനോറമിക് വ്യൂവും നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. Mehrangarh Fort, one of the largest and most magnificent forts in India. പോൾ എന്ന് വെച്ചാൽ ഗേറ്റ് എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ കടന്നു വന്നത് ജയ്പോൾ കൂടെയാണ്. 1806 ജോധ്പൂറും ജയ്പൂരും തമ്മിലൊരു ഹ്യൂജ് വാർ ഉണ്ടായി ഇൻ ദ നെയിം ഓഫ് ദി ഉദയ്പൂർ റാണി കൃഷ്ണ കുമാരി. സോ ആ ഒരു യുദ്ധത്തിൽ ജോധ്പൂർ ജയിച്ചപ്പോഴാണ് ആ ജയ്പോൾ എന്ന് പറഞ്ഞ ഗേറ്റ് അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ജെൻസിന്റെ കോട്ടയാണ്, യെല്ലോ ജെൻസിന്റെ റെഡ് ലേഡീസിന്റെ. റാവോ ജോധ ഇൻ 1459 ആണ് ആക്ച്വലി ഈ ഫോർട്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ പോയിന്റ് നിന്നാണ് ശരിക്കും ഈ ഫോർട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. ആൻഡ് പിൻ ഓവർ ദ ഡെക്കേഡ്സ് ബാക്കിയൊക്കെ വേറെ റൂളേഴ്സ് എക്സ്പാൻഡ് ചെയ്തതാണ്. സോ ഇപ്പം നമുക്ക് ഈ വഴി കാണാമല്ലോ, ദാറ്റ്സ് ലൈക്ക് ഗോയിങ് സ്ട്രേറ്റ് റൈറ്റ്. പക്ഷേ അതിൻ്റെ ഡോർ വെച്ചിരിക്കുന്ന ആ കേവ് തിരിഞ്ഞിട്ടുള്ള സൈഡിലാണ്. സോ ദേ വർ എക്സ്പ്ലെയിനിങ് ടു അസ് അങ്ങനെ വെക്കാനുള്ള റീസൺ സോ ദാറ്റ് പെട്ടെന്ന് ആനയൊക്കെ ഓടി വരുമ്പം അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ വേഗം പോയിട്ട് ആ ഡോറിനെ ഇടിച്ചിട്ട് താഴെ ഇടാൻ പറ്റും. സോ
അതുകൊണ്ടാണ് ഇവിടെ കേവ് ആക്കി വെച്ചത്, സോ ദാറ്റ് ആനകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഈ സ്പൈക്സ് ഈ ഡോറിന് മേലെ വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് വെൻ എലിഫൻറ്റ്സ് കം ആൻഡ് അറ്റാക്ക്, അവർ ആ സ്പൈക്കിൻ്റെ മേലെ തട്ടിയിട്ട് ഇറ്റ് വിൽ ഹേർട്ട് ദി എലിഫൻറ്റ്സ്. സോ അവർ ചിലപ്പോൾ തിരിച്ചോടാനും സാധ്യതയുണ്ട്. സതിയായിട്ടുള്ള എല്ലാ വുമൺ, റാണിമാർ ആൻഡ് എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സൂൺ ആഫ്റ്റർ ദ ഗേറ്റ് വി ക്യാൻ സീ ദിസ്. ആ ഗൈഡ് ക്ലിയർ ദ ഫാക്ട് ദാറ്റ് ലൈക്ക് കുറേ സ്ഥലത്ത് വുമൺ ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ കംപ്ലീറ്റ് വില്ലിങ്നെസ് ഓഫ് ദ വുമൻ. കാരണം രാജാവ് ഒരു മേജർ വാർ ലൂസ് ചെയ്തു ആൻഡ് ഹീ ഡൈഡ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വുമൻ ഡിഡ്ന്റ് വാണ്ട് ടു കം ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി എനിമീസ്. അവരുടെ ബോഡി പോലും ബാക്കി ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തിലാണ് ദേ പെർഫോം ദിസ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നാണ് കിങ്ങിൻ്റെ കൊറോണേഷനൊക്കെ നടക്കാറ്. ആൻഡ് മേലുള്ള ആ സ്മോൾ വിൻഡോസ് കൂടെ വുമൻ കുഡ് വാച്ച്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഏരിയയുടെ ഉള്ളിൽ മ്യൂസിയം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പല്ലക്ക് കാണാം. ഇപ്പോൾ ഇതിലാൾ പറയായിരുന്നു മുന്നിൽ രാജാവും പിന്നിൽ ബോഡി ഗാർഡ്സ് പോലെ ആൾക്കാരിരിക്കും. പിന്നെ വേട്ടയ്ക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പല്ലക്കുണ്ട്. വുമൺ എങ്ങനത്തെ ടൈപ്പ് ഓഫ് പല്ലക്കിലാണ് പോകുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഏറ്റവും ഓൾഡസ്റ്റ് പല്ലക്കത്ര, 17th സെഞ്ച്വറിയിൽ യൂസ് ചെയ്തത്. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഫേസ് ടു ഫേസ് നോക്കിയിരുന്ന് സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പല്ലക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പണ്ട് കാലത്താണെങ്കിലും അവരെന്ത് ഐഡിയലല്ലേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് വുമണിന് പോകാൻ പറ്റുന്ന പല്ലക്കാണ്. പിന്നിൽ സെർവൻസിന് ഇരിക്കാം. ആൻഡ് ദേ സെഡ് ഇറ്റ് വിൽ ബി കവേർഡ് വിത്ത് ഡ്രേപ്സ്. ഐ ഓൾസോ ഹേർഡ് ദാറ്റ് ഈ കവറിങ് ഓഫ് ഫേസസ്, ഗൂംഗട്ട് എന്ന് പറയും, ആ ഒരു സിസ്റ്റം മെയിൻലി വന്നത് ഇൻ ഇന്ത്യ ഇസ് ആഫ്റ്റർ 16th സെഞ്ച്വറി. ഈവൻ ദോ അതിൻ്റെ മുന്നേ ചില ഭാഗത്തൊക്കെ ഇറ്റ് വാസ് ദയർ, ബട്ട് ഇറ്റ് വാസ് നോട്ട് പ്രാക്ടീസ് വെരി സ്ട്രിക്ട്ലി. പക്ഷേ മുഗൾസ് വന്നതിന് ശേഷമാണ് ഇറ്റ് ബിക്കെയിം ലൈക്ക് എ കോമൺ തിങ് ഓർ ലൈക്ക് എ റൂൾ ഫോർ വുമൻ ടു കവർ ദെയർ ഫേസ് വെൻ ഗോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മെൻ. ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഓപ്പണിങ്ങിൻ്റെ പിന്നിലുള്ള സ്പേസാണ് ഇവരൊരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്തത്, ഈ ഗ്രെയിൻസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി. ഇവിടെ ഒരാളിങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാൾ അനങ്ങണേ ഉണ്ടായിരുന്നില്ല കുറേ നേരം. എനിക്ക് കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ ഇത് വല്ല സ്റ്റാച്യു എന്തെങ്കിലും ആണോ. പണ്ട് കാലത്ത് രാജാക്കന്മാർ യൂസ് ചെയ്ത വെപ്പൻസ് ഡിസ്പ്ലേ ചെയ്തൊരു മ്യൂസിയം ഉണ്ടായിരുന്നു ഇവിടെ. അതായത് 10-12 kg അബൌട്ട് വെയിറ്റ് ഉള്ള സോഡ്സ്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. ഓൾസോ മുഗൾസ് വന്നതിന് ശേഷമാണ് വെപ്പൻസിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻട്രൊഡ്യൂസ് ആയത്. അതായത് കർവ് ആയിട്ടുള്ളത്, സോ ദാറ്റ് സ്മൂത്തായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം, കണ്ടാൽ വെപ്പണാണ് എന്ന് തോന്നാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മുഗൾസാണ് അത്ര ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം നമ്മൾ കാണുന്ന സാധനം കണ്ടാൽ വിചാരിക്കും വല്ല ഷോ പീസാണെന്നല്ലേ. പക്ഷേ ഇത് അന്ന് കാലത്ത് റാണിമാർ എക്സസൈസിന് ഡംബൽ പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഇൻട്രസ്റ്റിംഗ് ടു സീ, റൈറ്റ്? വെള്ളം തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തെയും പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഏരിയേൻ്റെ താഴെയൊക്കെ 20 feet ഡീപ്പായിട്ടുള്ള ഹ്യൂജ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പം നമ്മൾ കൃഷ്ണൻ ഡാൻസ് കളിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷ്ണനെ മാത്രമേ നോക്കുള്ളൂ, അല്ലെങ്കിൽ കൃഷ്ണനെ പോലെ വരച്ചാൽ. അപ്പോൾ പണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരുടെ മുഖവും ഒരേപോലെ വരയ്ക്കും. സോ ദാറ്റ് നമ്മൾ അവരെ നോക്കിയിരിക്കില്ല, നമ്മൾ ആ സ്റ്റോറി ഇൻ്റർപ്രിട്ടേഷനെയാണ് നോക്കുക. ഇപ്പം നമ്മൾ കാണുന്നത് ശീഷ് മെഹലാണ്. ഐ ഹോപ്പ് യു റിമെമ്പർ നമ്മൾ ജയ്പൂരിൽ ആമേർ ഫോർട്ടിൽ പോയ സമയത്തും ഒരു ശീഷ് മെഹൽ കണ്ടായിരുന്നു. ഇറ്റ് ഇസ് സിമിലർ ടു ദാറ്റ്. ഇവിടെയും തൗസൻഡ്സ് ഓഫ് മിറേഴ്സ് വെച്ചിട്ടാണ് ഈ ശീഷ് മെഹലും ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദീപാവലി സമയത്ത് രാജാവും റാണിമാരും കൂടെ ഇവിടെ വന്ന് ലക്ഷ്മി ദേവീനെ പൂജിക്കുന്നു. ഈ പാലസിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് റിച്ച്ലി ഡെക്കറേറ്റഡ് റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഫൂൽ മെഹൽ അഥവാ ഫ്ലവർ പാലസ്. മഹാരാജ അഭയ സിംഗ് 18th സെഞ്ച്വറിയിൽ ഗുജറാത്തിൽ പോയിട്ടൊരു വാർ വിൻ ചെയ്തപ്പോൾ കളക്ട് ചെയ്ത ഗോൾഡ് വെച്ചിട്ടാണ് ഈ റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങിൽ ഫുൾ കംപ്ലീറ്റ് ഗോൾഡ് വർക്കാണ്, ഗോൾഡ് ലീഫ് പോലത്തെ വർക്കിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പെയിൻറ്റിങ്സ്, അതായത് ഇവിടുത്തെ മുന്നത്തെ രാജാക്കന്മാരുടെ ഇമേജസും ഗോഡ് ആൻഡ് ഗോഡസസ് പെയിൻറ്റിങ്സ്, എവറിത്തിങ് ഇസ് ദെയർ. സോ ഇത് ഒരു ഹാൾ ഫോർ എ പ്രൈവറ്റ് ഓഡിയൻസ്, വേർ പാട്ട് കച്ചേരിയും ഡാൻസും എല്ലാം കൂടി ആയിട്ട് അവർക്കൊരു ലീജർ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റൂമായിരുന്നു ഇത്. അങ്ങ് ദൂരെ ദൂരെ ഞാനിപ്പോൾ സൂം ചെയ്യുന്ന വൈറ്റ് സ്ട്രക്ചറാണ് ജസ്വന്ത് തട, നമ്മൾ നേരത്തെ പോയി കണ്ട ആ സ്ട്രക്ചർ.
ഇതൊരു 100 ഇയർ ആയ ഒരു അയേൺ കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റെയർ ആണ്. ഇങ്ങനത്തെ സ്റ്റെയർസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നമ്മുടെ നോർമൽ ടൈപ്പ് ഓഫ് സ്റ്റെയർസ് ഒക്കെ 1972 ഈ പാലസ് ഒരു മ്യൂസിയം ആക്കിയതിന് ശേഷം ഉണ്ടാക്കിയതാണ്. മഹാരാജ തക്കത്ത് സിംഗിൻ്റെ ബെഡ്റൂമാണിത്. ഇറ്റ് ഈസ് നോൺ ആസ് തക്കത്ത് വില്ല. ഇവിടെ ആ ഒരു സ്ട്രൈപ്പ് കളറിൽ ബെഡിൻ്റെ മേലെ കിടക്കുന്ന ഇസ് എ ഹാൻഡ് ഓപ്പറേറ്റഡ് ഫാൻ. അതായത് ഒരാൾ വന്നിട്ട് അതിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കിയാൽ ലൈക്ക് കാറ്റ് കിട്ടും. ഇതിൻ്റെ മേലെ സീലിംഗ് ഇസ് കംപ്ലീറ്റ്ലി മെയ്ഡ് അപ്പ് ഓഫ് വുഡ്. സോ ഇനി നമ്മൾ പോകുന്നത് ലേഡീസ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്കാണ്. മുന്നേ ലേഡീസിൻ്റെ ബെഡ്റൂംസൊക്കെ ആയിട്ട് യൂസ് ചെയ്ത സ്ഥലത്താണ് ഇപ്പം ബേബി കോട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഡിസ്പ്ലേന് വേണ്ടിയിട്ട് മ്യൂസിയമായിട്ട് വെച്ചിരിക്കുന്നത്. ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ കണ്ണാടി വന്നു. ജോധ്പൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി JDA റോയൽ ഫാമിലിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു മോട്ടോ ഓപ്പറേറ്റഡ് ക്രേഡിലാണ് നമ്മളിപ്പോൾ കണ്ടത്. അന്നത്തെ രാജാക്കന്മാർ വർ റിയലി ലിബറൽ ആസ് വെൽ. അവർക്ക് അവരുടെ റാണിമാരുടെയും ഒപ്പീനിയൻ കേൾക്കണം എന്നുണ്ടായിരുന്നു വൈൽ മേക്കിംഗ് എ ഡിസിഷൻ. അതുകൊണ്ട് തന്നെ നേരെ കാണുന്ന കുഞ്ഞി വിൻഡോ ഇല്ലേ, അത് കൂടെ റാണിമാർ യൂസ് ടു സിറ്റ് ആൻഡ് ടു ലിസൺ വാട്ട് ഓൾ ആർ ദ ഇഷ്യൂസ് ദാറ്റ് വർ ഹാപ്പനിങ് ആൻഡ് ദേ യൂസ് ടു ഗിവ് ദെയർ ഇൻപുട്സ് ആസ് വെൽ. ഇപ്പം നമ്മളിരിക്കുന്ന മോത്തി മഹലിലാണ്. ആൻഡ് ഈ പുറത്തത്തെ കോർട്ട്യാർഡ് ഏരിയ, ദിസ് വൈറ്റ് ഏരിയ ഇസ് നോൺ ആസ് ഹോളി ചോക്ക്. ഇവിടെ നിന്നാണ് രാജാവും റാണിമാരും എല്ലാവരും കൂടെ ഹോളി കളിക്കാറ്. ദിസ് യൂസ് ടു ബി ലൈക്ക് എ പ്രൈവറ്റ് ഏരിയ. ഇത് പണ്ടവർ ഡിസ്കോ ചെയ്ത സ്ഥലമല്ല കേട്ടോ. ഞങ്ങൾ പോയ ദിവസം മെഹ്റാങ്കാർ ഫോർട്ടിലൊരു ഹ്യൂജ് സംഗീത് സെറിമണി നടക്കുമായിരുന്നു. സോ അതിന് അവിടുത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്കാർ അവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളും കുറേ വിഷ് ചെയ്തു ദാറ്റ് ഹോപ്പ് വി കുഡ് ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് സംഗീത്. പക്ഷേ നെവർ ഹാപ്പൻഡ്. ലോക്കൽ ആർട്ടിസൻസിൻ്റെ നല്ല ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ ഷോപ്പും ഉണ്ടായിരുന്നു മെഹ്റാങ്കാർ ഫോർട്ടിൻ്റെ ഉള്ളിൽ. അവിടുന്ന് ഞാൻ ഒരു പ്രിൻറ്റഡ് സ്കേർട്ടും അച്ഛനും വിഗുവും ലെതേർഡ് ഷൂസൊക്കെ വാങ്ങി. ഐ തിങ്ക് ദാറ്റ് വാസ് എ ഗുഡ് പ്ലേസ് ടു ഷോപ്പ്. നമുക്ക് ഓത്തൻറ്റിക് സാധനവും കിട്ടി, നല്ല ക്വാളിറ്റി. അങ്ങനെ നമ്മുടെ ഫോർട്ട് വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ജോധ്പൂർ സിറ്റി ഉണ്ടാക്കിയ സമയത്ത്, ന്യൂ സിറ്റി ഉണ്ടായ സമയത്ത് പുഷ്കറിന്ന് പണ്ഡിതന്മാരാണ് വന്നത്, ലൈക്ക് ബ്രാഹ്മിൻസ്. സോ ആ കാലത്ത് രാവിലെ ഗുരുവിനെ വന്ദിച്ചിട്ട് ഡേ തുടങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏതാണ് ഗുരുവിൻ്റെ വീട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ വീടിന് ഫുൾ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ബ്ലൂ ഹൗസസ് ഇവിടെ വരാൻ തുടങ്ങിയത്. കുറച്ച് കാലത്തിന് ശേഷം പിന്നെ എല്ലാവരും അവരുടെ വീട് ബ്ലൂ കളറായിട്ട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. ഈ ബ്ലൂ കളർ പെയിൻറ്റിന് വേറെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബ്ലൂ പെയിൻറ്റ് ഇസ് മെയ്ഡ് വിത്ത് ലൈം സ്റ്റോൺ ആൻഡ് കോപ്പർ സൾഫേറ്റ്. അതുകൊണ്ട് തന്നെ അത് ഹോംസിനെ കൂളാക്കി വെക്കും. ആൻഡ് ഓൾസോ ഇൻസെക്ട്സ്, ടെർമൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ റിപ്പൽ ചെയ്യും. അങ്ങനെയാണ് ഈ ബ്ലൂ പെയിൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് വന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ജോധ്പൂർ ഇസ് ഓൾസോ നോൺ ആസ് ബ്ലൂ സിറ്റി. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇന്ന് ഈ ഫോർട്ടിലൊരു സംഗീത് സെറിമണി നടക്കാൻ പോവാണ്. സോ അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഡ്രസ്സപ്പ് ചെയ്ത് ആൻഡ് ഈ ഫോർട്ടിനെ ഇന്ന് കുറച്ച് എക്സ്ട്രാ കളർഫുള്ളായിട്ട് ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ദാറ്റ് സംഗീത് ഫംഗ്ഷൻ. ആൻഡ് ട്രസ്റ്റ് മീ, ആ കളർഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ദ ഫോർട്ട് വാസ് ജസ്റ്റ് ലുക്കിംഗ് സോ മാഗ്നിഫിസൻറ്റ്, സോ ബ്യൂട്ടിഫുൾ. അതതിൻ്റെ ബ്യൂട്ടീനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തു. They also brought in foreign performances like ഈ സ്വേ പോളൊക്കെ കണ്ടോ, അത് ഇതിൻ്റെ മേലേക്ക് ആൾക്കാർ. സോ ഇറ്റ് വാസ് സോ ഗ്രേറ്റ് ടു വാച്ച്. സോ വി വർ തിങ്കിങ്, അപ്പോൾ ശരിക്കത്തെ ഫംഗ്ഷനൊക്കെ എന്ത് അടിപൊളിയായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിട്ട് മേ ബി ഒളിച്ചിരുന്നിട്ട് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ഡൺ ദാറ്റ്. പക്ഷേ നമ്മളെല്ലാവരും അവർ പുറത്താക്കി. എനിവേ, ലൈക്ക് സം ഹ്യൂജ് ഫംഗ്ഷൻ വാസ് ഹാപ്പനിങ് ഓവർ ഹിയർ. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അവിടെ ഫോർട്ടിൽ കാണാനും പറ്റി. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് ഒരു അടിപൊളി ലസ്സി കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ വേറെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു. സോ വി വെൻ ലുക്കിംഗ് ഫോർ ദാറ്റ് ആൻഡ് വി ഫൗണ്ട് ഇറ്റ്. ശ്രീ മിശ്രി ലാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഇത് 1927 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കടയാണ്. അവിടെ എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടത് ഫേമസ് ആയിട്ടുള്ളത് അവരുടെ മക്കനിയ ലസ്സിയാണ് കേട്ടോ.
വേറെ ടേസ്റ്റാ. ഒരു ഫ്ലേവർ. ജലേബി വിത്ത് റാബ്ഡിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലസ്സിയായിരുന്നു, പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവിടെ എത്തിയ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കിഷ്ടമായില്ല. കാരണം കുറച്ച് മധുരം തലയ്ക്ക് പിടിക്കുന്ന ടൈപ്പ് ഒരു മധുരം ഉണ്ടായിരുന്നു. സോ നമ്മൾ കുറേ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൽക്ക് പിടിക്കും. സോ ഇപ്പം നമ്മളുള്ളത് ശരിക്കും സർദാർ മാർക്കറ്റിലാണ്. അവിടുത്തെ മെയിൻ ഐക്കോണിക് ബിൽഡിംഗ് ആണ് ഈ ഘണ്ട ഘർ അല്ലെങ്കിൽ ഈ ക്ലോക്ക് ടവർ, വിച്ച് ഇസ് 7 story ഹൈ ആൻഡ് ഇസ് മെയ്ഡ് ഓഫ് സാൻഡ് സ്റ്റോൺ. സോ ഇത് ഒരു ഓൾഡ് ബസാർ ഏരിയ ആണ്. ഇറ്റ്സ് ഇൻ ദ ഓൾഡ് സിറ്റി. സോ ഇവിടെ ഒരുപാട് കടകളുണ്ട്. നമുക്ക് ലൈക്ക് ജ്വല്ലറി, ബേസിക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കുട്ടി കുട്ടി പീസസ്, ഷോ പീസസ് വാങ്ങണമെങ്കിൽ അങ്ങനെ നമ്മളിവിടെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ആൻഡ് ദെൻ വി വൈൻഡഡ് അപ്പ് അവർ ഡേ ഇൻ ജോധ്പൂർ. സോ നമുക്കിവിടെ ഒരു ദിവസമേ ഉള്ളൂ. Actually not even one day, just half a day, but we enjoyed it. Our Mehrangarh Fort itself was, like enough for us to understand the beauty of Jodhpur. So we'll be moving to a new place and I'll be coming up with the best part of our Rajasthan trip. So stay tuned and see you in the next vlog.